അജ്ഞാത നമ്പറുകളിൽ നിന്ന് കോളുകൾ ലഭിക്കുകയാണെങ്കിൽ ഉടനടി പ്രതികരിക്കരുത്. അങ്ങനെ വിളിക്കുന്നവർ സൈബർ കുറ്റവാളികളായിരിക്കാം. അത്തരം സംഭവങ്ങൾ ഉടൻ തന്നെ 1930 എന്ന നാഷണൽ സൈബർ ഹെൽപ്പ് ലൈനിൽ അറിയിക്കുക. ആഭ്യന്തര മന്ത്രാലയം പുറപ്പെടുവിച്ചത്. ഹായ് ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എനിക്ക് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സ്കാമിൻ്റെ അനുഭവമാണ് ഇവിടെ എന്താ പറയുക നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ആരെങ്കിലും കോൾ ചെയ്യുന്ന സമയത്ത് ഫോൺ കോളിന് മുന്നായിട്ട് ഒരു പ്രീ അനൗൺസ്മെന്റ് കേൾക്കാം. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ശ്രദ്ധിക്കാതിരിക്കാൻ വഴിയില്ല. കാരണം ഒരുവിധം എല്ലാ കോളിലും അനൗൺസ്മെന്റ് ഉണ്ടാവാറുണ്ട്. അത് വേറൊന്നുമല്ല, നിങ്ങളുടെ ഫോണിലോട്ട് എന്തെങ്കിലും കോളുകൾ, സൈബർ തട്ടിപ്പിന്റെ എന്തെങ്കിലും രീതിയിലുള്ള വീഡിയോ കോളുകളോ അല്ലെങ്കിൽ ഓഡിയോ കോളുകളോ വരുവാണെന്നുണ്ടെങ്കിൽ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചിട്ട് ഇൻഫർമേഷൻ കൊടുക്കണം. നമ്മുടെ പിൻ നമ്പറോ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്നും ആ ഒരു ആളുമായിട്ട്, ആ ഒരു ഫ്രോഡ് ആയിട്ട് വിളിക്കുന്ന ആളുമായിട്ട് ഷെയർ ചെയ്യരുത്. പോലീസോ കസ്റ്റംസോ അല്ലെങ്കിൽ അങ്ങനെ എന്തൊക്കെയോ അവരുടെ ഭാഗത്തു നിന്നൊന്നും ഇങ്ങനെ ഒരു വീഡിയോ കോളോ അല്ലെങ്കിൽ ഓഡിയോ കോളോ ഉണ്ടാവില്ല. അങ്ങനെ അവരുടെ കെണിയിൽ പെടരുത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ജസ്റ്റ് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു മെസ്സേജ് പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ റീസെന്റ് കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ ഫോണിലൊക്കെ വരുന്നുണ്ട്. അപ്പൊ അത് വെറുതെ അങ്ങനെ എന്തെങ്കിലും ഒരു അനൗൺസ്മെന്റ് വരുന്നതല്ല, നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അനൗൺസ്മെന്റ് ആണ് എന്ന് തെളിയിക്കുന്ന രീതിയിലാണ്. എനിക്കൊരു 3-4 ദിവസം മുന്നേ ഒരു കോള് വന്നിട്ടുണ്ടായിരുന്നു. കോള് വന്നിട്ടുള്ളത് ഇവിടെ കൊടുക്കാം. അങ്ങനെ കൊടുത്തിട്ടും കാര്യമൊന്നുമില്ല. കാരണം അവർ ആ നമ്പറിൽ നിന്ന് തന്നെ അല്ല വിളിക്കുന്നുണ്ടാവുക. അത് ഒരു വട്ടം വന്നു, അതിനുശേഷം ഇൻ ബിറ്റ്വീൻ അത് കട്ടായിട്ടുണ്ടായിരുന്നു ആ കോള് വന്നിട്ട്. പിന്നെ വിളിക്കുമ്പോൾ വേറെ നമ്പറിൽ നിന്നാണ് കോള് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതിന്റെ ഒരു പാറ്റേൺ എങ്ങനെയാന്ന് പറഞ്ഞുതരാം. ഇനിയിപ്പോൾ എന്ത് പാറ്റേൺ ആണെങ്കിലും നിങ്ങൾ ഒരിക്കലും ഫസ്റ്റ് ഓഫ് ഓൾ ഒരു വീഡിയോ കോൾ വഴിയോ അല്ലെങ്കിൽ ഒരു ഓഡിയോ കോൾ വഴിയോ നമുക്കൊരു എന്തെങ്കിലും നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസോ അല്ലെങ്കിൽ എന്ത് ചോദിച്ചിട്ട്, ഇപ്പം ഇനിയിപ്പോൾ ബാങ്ക് ഡീറ്റെയിൽസ് ഒന്നും ചോദിച്ചിട്ടില്ലെങ്കിൽ കൂടെ അവരുടെ എന്ത് രീതിയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ആ ഒരു കൺസേൺഡ് പേഴ്സൺ അല്ലെങ്കിൽ കൺസേൺഡ് ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് കോൺടാക്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് വെക്കുകയാണ് വേണ്ടത്. അല്ലാതെ ഫോൺ ത്രൂ നമ്മൾ യാതൊരു വിധത്തിലുള്ള ഇൻഫോർമേഷൻസും പാസ് ചെയ്യാനായിട്ട് പാടില്ല എന്നുള്ളതാണ് എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ളത്. അപ്പം എനിക്ക് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു ഇൻസിഡന്റ് എന്തായിരുന്നു എന്നുള്ളതൊന്ന് പറയാം. എനിക്ക് ഏകദേശം ഈ കോള് വരുന്നത് ഒരു ഉച്ചയോട് കൂടെയാണ്. അപ്പോൾ ഞാൻ വർക്കിലായിരുന്നു. അപ്പോൾ അതിൻ്റെത് ഭാഗമായിട്ട് കുറച്ച് തിരക്കിലായിരുന്നു. അപ്പോൾ പെട്ടെന്ന് കോള് വന്ന സമയത്ത് ഞാൻ വിചാരിച്ചത് ഏതെങ്കിലും കൊറിയർ റിലേറ്റഡ് ആയിട്ട്, എനിക്കിങ്ങനെ ഡെലിവറി ബോയ്സ് ഒക്കെ ഇങ്ങനെ വിളിക്കുന്ന സമയത്ത് ചില സമയത്ത് ഇങ്ങനത്തെ നെറ്റ് കോൾ മാതിരിയാണ് വരിക. നമ്മുടെ നോർമൽ മൊബൈൽ നമ്പറിന് രീതിയിലല്ല വരാറ്. അപ്പം ഞാൻ വെച്ചു അതാന്ന് വിചാരിച്ചിട്ടാണ് അറ്റൻഡ് ചെയ്തത്. സാധാരണ നമുക്ക് ഇങ്ങോട്ട് കോള് വരുമ്പോൾ നമ്മൾ കോൾ എടുത്തിട്ട് ആരായിരുന്നു പറയുന്നല്ലേ പറയാം. ആ രീതിയിൽ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ആരായിരുന്നു, എൻ്റെ അടുത്ത് ഇങ്ങോട്ട് ചോദിച്ചു ആരാ വിളിക്കുന്നതെന്നുള്ള രീതിയിൽ. അപ്പം ഞാൻ പറഞ്ഞു ഇത് ഇങ്ങോട്ട് വന്ന കോളല്ലേ, പിന്നെ എനിക്ക് എങ്ങനെ അറിയാനാ എന്നുള്ള രീതിയിൽ ഞാനും അങ്ങോട്ട് സംസാരിച്ചു. എനിക്ക് ഇങ്ങോട്ട് റിസീവ് ചെയ്തിട്ടുള്ള കോളാണ്. അപ്പോൾ അയാൾ പറഞ്ഞു ഓക്കെ മാഡം, അതായത് ഇങ്ങനെ അവർക്ക് ഒരുപാട് ഇങ്ങനെ ലിസ്റ്റ് ഉണ്ട്, അതിലിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള രീതിയിൽ ഉണ്ടാവുമല്ലോ. അയ്യോ മാഡം പേര് പറയുമോ, ഞാൻ ഇവിടെ ചെക്ക് ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ. അപ്പം ഞാൻ പറഞ്ഞു രാധിക എന്ന് പറഞ്ഞു. ഓക്കെ മാമിൻ്റെ ഇങ്ങനെ SBIയുടെ ക്രെഡിറ്റ് കാർഡിൽ ഡ്യൂ വന്നിട്ടുണ്ട്. ഡ്യൂവിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഇന്നെന്നോ അങ്ങനെ എന്തുകൊണ്ടാണ് പറഞ്ഞത്, ഇന്ന് 2 ദിവസത്തിനുള്ളിൽ ആ ഒരു രീതിയിൽ ആസ് സൂൺ ആസ് പോസിബിൾ അത് അടയ്ക്കണം എന്നുള്ള രീതിയിലാണ് എനിക്ക് കോള് വന്നത് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ആക്ച്വലി SBIയിൽ ക്രെഡിറ്റ് കാർഡ് പോയിട്ട് നോർമൽ അക്കൗണ്ട് പോലും ഇല്ല. SBIയിൽ എനിക്ക് യാതൊരുവിധ ബാങ്ക് അക്കൗണ്ട് ഒന്നുമില്ല. അവിടെ തന്നെ അവർക്ക് ഫസ്റ്റ് ഒന്ന് പാളി. കാരണം അവരുടെ വിചാരത്തിൽ മേ ബി SBI എന്ന് പറഞ്ഞ ഒരു കോമൺ ഒരുവിധം എല്ലാവർക്കും അക്കൗണ്ട് ഉള്ള അല്ലെങ്കിൽ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ബാങ്ക് ആണല്ലോ. സോ ആ ഒരു രീതിയിലാണ് അവർ എറിഞ്ഞു നോക്കിയത്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ക്രെഡിറ്റ് കാർഡൊന്നുമില്ല, എനിക്ക് ക്രെഡിറ്റ് കാർഡേ ഇല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ അവർ ഭയങ്കര അഭിനയമായിരുന്നു കേട്ടോ. അത് വേറെ കാര്യമുണ്ട്, ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ട് അയ്യോ മാഡം അപ്പോൾ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് ഇല്ല, ഈ പറയുന്നത് സത്യമാണോ എന്നുള്ള രീതിയിൽ. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ക്രെഡിറ്റ് കാർഡൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അയ്യോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ലീക്ക് ചെയ്തിട്ടുണ്ട്, അതായത് നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻസ് ഒക്കെ ലീക്കായി പോയിട്ടുണ്ട്. നിങ്ങളുടെ പേരിൽ ഇങ്ങനെ ഇന്ന സ്ഥലത്തൊരു ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, മീൻസ് ക്രെഡിറ്റ് കാർഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ആരോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് ഏകദേശം 1 lakh എബോവ് എന്തോ എമൗണ്ട് പറഞ്ഞു. 1 lakh എബോവ് എമൗണ്ട് വന്നിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്, വിഡ്രോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പേ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആക്ച്വലി കോൾ ചെയ്തത്. നമ്മൾ SBIയുടെ ഇതിന്ന് കസ്റ്റമർ കെയർ എന്നാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ആ സമയത്തൊന്നും ഞാൻ പതറിയില്ല കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ പറയാൻ യാതൊരു ചാൻസും ഇല്ല, ഞാൻ മീൻസ് എൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടില്ല. പിന്നെ അങ്ങനെ നമ്മുടെ ഡീറ്റെയിൽസ് എടുത്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പോസിബിൾ അല്ലല്ലോ. നമ്മളങ്ങനെ കണ്ട ലിങ്കിലോ അല്ലെങ്കിൽ OTP അല്ലെങ്കിൽ ഒന്നും എവിടെയും കൊടുത്തിട്ടില്ല. അപ്പം അത് എനിക്ക് 100% ആ ഒരു ടൈമിൽ ഉറപ്പായിരുന്നു.
പിന്നെ പാൻ കാർഡ് മീൻസ് നമ്മുടെ പാൻ ഡീറ്റെയിൽസും ഇതും വെച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അയാളുടെ അടുത്ത് ഞാൻ കുറച്ച് അധികം നേരം സംസാരിച്ചു കേട്ടോ. നിങ്ങൾ എന്താണ് പറയുന്നത്, അല്ലെങ്കിൽ എന്താണ് അതിന്റെ വാലിഡ് റീസൺ, മീൻസ് എങ്ങനെ ഇത് സംഭവിച്ചു എന്നോ അല്ലെങ്കിൽ എന്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്നും അവരുടെ കയ്യിൽ ഇല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചോദിച്ചു, ഓക്കെ പാൻ കാർഡ് നമ്പർ പറയാൻ പറഞ്ഞു. അത് അവർക്ക് അറിയില്ല. അവർ പറയുന്നത് ഞങ്ങൾക്ക് അങ്ങനെ പബ്ലിഷ് ചെയ്യാൻ, അതായത് പറയാനുള്ള പ്രൊവിഷൻ ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്തോ, എനിക്കത് പ്രൊസീഡ് ചെയ്യേണ്ട താല്പര്യം ഇല്ല എന്ന് പറഞ്ഞപ്പം ആള്, അല്ല മാഡം ഇതിങ്ങനെ വെറുതെ വിടല്ലേ എന്നൊക്കെ രീതിയിൽ എന്തൊക്കെയൊക്കെ കുറെ നേരം സംസാരിച്ചു കേട്ടോ. അതായത് അവർക്ക് എങ്ങനെയെങ്കിലും നമ്മുടെ ആ ഒരു ട്രാക്കിലേക്ക് എത്തിക്കണം, അതാണ് വേണ്ടത്. അതിനുശേഷം സത്യം പറഞ്ഞ 3-4 ദിവസം മുമ്പേ ആയതുകൊണ്ട് എനിക്ക് കുറേ ഓർമ്മയില്ല കേട്ടോ. കുറേ നേരം സംസാരിച്ചു, ഏകദേശം ഒരു 3/4 മണിക്കൂറോളം സംസാരിച്ചിട്ടുണ്ടാവും. അതിനുശേഷം അയാൾ കുറേ ഡീറ്റെയിൽസ് പറഞ്ഞു കേട്ടോ. അതായത് ന്യൂഡൽഹിയിൽ ഇന്ന ബ്രാഞ്ചിൽ നിന്നാണ് വിഡ്രോ ചെയ്തിരിക്കുന്നതെന്നോ അങ്ങനെ എന്തൊക്കെയോ അഡ്രസ്സുകളും പിന്നെ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് നമ്പർ, മാം ക്രെഡിറ്റ് കാർഡ് നമ്പർ നോട്ട് ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ ആയി തോന്നിയ കുറച്ച് നമ്പറുകൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ, ഒരു മിനിറ്റ്. ഇത് ഫ്രണ്ട് ക്യാം ആയി കാരണം കൊണ്ട് ഇങ്ങനെ കാണുള്ളൂ. ഞാൻ എഴുതി വെച്ചാട്ടോ, അത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആ ഒരു വർക്കിന്റെ ഇടയിലായിരുന്നു. അപ്പം നമുക്കറിയില്ല അത് ഒറിജിനൽ ആണോ അല്ലയോ എന്നുള്ളത്. ആ ഒരു ടൈമിൽ ചെറിയൊരു കൺഫ്യൂഷൻ വന്ന കാരണം കൊണ്ട് അവർ പറഞ്ഞിട്ടുള്ള ഡീറ്റെയിൽസ് എഴുതി വെച്ചതാണ്. ന്യൂഡൽഹിയാണ് സ്ഥലം, എന്താ ക്യാനൌട്ട് പ്ലേസ് ന്യൂഡൽഹി, പിൻകോഡ്, എമൗണ്ട് 1,96,690 രൂപ സംതിങ്, എത്രയോ എമൗണ്ട് ഡ്യൂ വന്നിട്ടുണ്ട്. പിന്നെന്തായിരുന്നു ക്രെഡിറ്റ് കാർഡിന്റെ നമ്പർ, ആ നമ്പറാണ് ഈ എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. ക്രെഡിറ്റ് കാർഡ് നമ്പർ, ആപ്ലിക്കേഷൻ ഡേറ്റ്, എന്നാണ് ഞാൻ ആ ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്തതെന്നുള്ള ഡേറ്റ് വരെ അവർ പറഞ്ഞിട്ടുണ്ട്. 21 സെപ്റ്റംബർ 2024 ഞാൻ പോലും അറിയാതെ ഒരു ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്തത് എന്നാണ് അവർ പറയുന്നത്. പിന്നെ ആപ്ലിക്കേഷൻ ലൊക്കേഷൻ എന്തോ ന്യൂഡൽഹി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. നമ്പർ 13 റീഗൽ ബിൽഡിംഗ്, പാർലമെന്റ് സ്ട്രീറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇങ്ങനെ ഒരു അഡ്രസ്സ് ഉണ്ടോന്ന് വരെ അറിയില്ല നമുക്ക്. ആ ഒരു ടൈമിൽ ആ കോളിൽ നിന്ന് അവർ എങ്ങോട്ടും ഡീവിയേറ്റ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. ഒരു സെക്കൻഡ് ജസ്റ്റ് ഒന്ന് ആലോചിക്കാൻ സമയം എടുത്താൽ പോലും മാഡം എന്താണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, പെട്ടെന്ന് നമുക്ക് പോലീസിനെ അറിയിക്കണം എന്നുള്ള രീതിയിലൊക്കെ പറയാൻ തുടങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് തരുമെന്ന് പറഞ്ഞിട്ടാണ് ഇത് എഴുതി വെച്ചത്. എന്നിട്ട് അവര് ഇതൊക്കെ പറഞ്ഞ ഈ ഡീറ്റെയിൽസ് ഒക്കെ തന്നതിന് ശേഷം അവർ പറഞ്ഞു, ഓക്കെ മാഡം ഇനി അധികം സമയം കളയണ്ട, നമുക്ക് ഈ കോള് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ന്യൂഡൽഹി പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സോ അങ്ങനെ എന്തുകൊണ്ട് പറഞ്ഞു അവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അതിന് മുമ്പ് ഞാൻ പറയുന്നുണ്ട് കേട്ടോ, ഞാൻ ഇവിടുത്തെ പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടോളാം, അല്ലെങ്കിൽ ഇവിടുത്തെ സൈബർ ക്രൈം സെക്യൂരിറ്റി ഫോഴ്സ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടോളാം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും അവർ സമ്മതിക്കുന്നില്ല. അവർ പറയുന്ന റീസൺസ് ആണ് രസം. അതായത് ഇത് കേരളത്തിലല്ലല്ലോ ഇത് നടന്നിരിക്കുന്നത്, ന്യൂഡൽഹിയിലല്ലേ. അപ്പൊ കേരള പോലീസിന്റെ അടുത്ത് ബന്ധപ്പെട്ടിട്ട് കാര്യമില്ല, ന്യൂഡൽഹി ആയിട്ട് തന്നെ കണക്ട് ചെയ്യണം. പിന്നെ വേറൊരു കോമഡി പറഞ്ഞ എന്താ വെച്ചാൽ അതൊക്കെയാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ. അതായത് ഇത് ന്യൂഡൽഹി ബ്രാഞ്ചിൽ നിന്നാണല്ലോ വന്നിരിക്കുന്നത്. സോ നമ്മൾ SBIയുടെ ഇവിടുത്തെ ബാങ്കിലോ അല്ലെങ്കിൽ ബ്രാഞ്ചിലോ പോയി അന്വേഷിച്ച് കഴിഞ്ഞാൽ ക്രെഡിറ്റ് കാർഡിന്റെ ഡീറ്റെയിൽസ് ഒന്നും കിട്ടില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് കൂടുതൽ ഈ ബാങ്കിങ് റിലേറ്റഡ് കൂടുതൽ ജ്ഞാനം ഇല്ലെങ്കിൽ കൂടെ നമുക്കിപ്പോൾ ഒരു അക്കൗണ്ട് ഒരു സ്ഥലത്ത് നിന്ന്, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ചേലക്കരയിൽ നിന്ന് ഞാൻ എൻ്റെ ഒരു അക്കൗണ്ട് എടുത്തു, ബാങ്ക് അക്കൗണ്ട്. ആ അക്കൗണ്ട് ബുക്കും കൊണ്ട് അല്ലെങ്കിൽ ആ അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് ഏത് ബ്രാഞ്ചിൽ നിന്നും നമുക്ക് അന്വേഷിക്കാമല്ലോ. അങ്ങനെയാണ് എൻ്റെ ഒരു അറിവ് ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ ആ ഒരു ഇത് വെച്ചിട്ട് തന്നെ ആ പോയിന്റിൽ സ്റ്റക്കായിപ്പോയി. അതായത് അതെന്താ അങ്ങനെ എന്നൊരു ചിന്ത വന്നു. അപ്പോഴാണ് എന്തോ എവിടെയോ ഒരു തകരാറ് പോലെ എന്ന് തോന്നിയത്. അപ്പോഴും ഞാൻ ഇനിയിപ്പോൾ ബൈ ചാൻസ് ഇവർ കോള് ഫോർവേഡ് ചെയ്താലും ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് ഒന്നും പറയാൻ പോയില്ലായിരുന്നു. പക്ഷെ നമുക്കൊരു ഇത് വരില്ലേ, അതായത് ഇതിപ്പോൾ എന്താ പറയണേ, നമ്മൾ എങ്ങാനും നമ്മുടെ ലീക്കായി പോയിട്ടുണ്ടോ ഡീറ്റെയിൽസ്, പാൻ കാർഡ്, അങ്ങനെ വഴിയില്ല. നമ്മൾ ഒരിക്കലും പതറരുത്, അത് വേറെ കാര്യം. ഞാൻ ഒരു നിമിഷത്തേക്ക് ഓക്കെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയെടുത്തത് വരെ ആ ഒരു പേടിച്ചത്, പേടിക്കുക പറഞ്ഞാൽ ആ ഒരു ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ ഈ ഡീറ്റെയിൽസ് കയ്യിലുള്ളതുകൊണ്ട് നമുക്ക് ഇത് വെച്ചിട്ട് ട്രാക്ക് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ എഴുതിയെടുത്തത് തന്നെ. അപ്പോൾ ഒരു നിമിഷം ഒന്ന് ഡീവിയേറ്റ് ആയിപ്പോയി മൈൻഡ്. എന്നിട്ട് ആ ടൈമിൽ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, വെയിറ്റ് ചെയ്യൂ, നിങ്ങളുടെ സുപ്പീരിയർ ആയിട്ടൊന്ന് കണക്ട് ചെയ്യൂ എന്ന് പറഞ്ഞു. അതായത് ഈ ന്യൂഡൽഹി പോലീസ് സ്റ്റേഷൻ പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് കണക്ട് ചെയ്യേണ്ട കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ആദ്യം അതിന് മുമ്പേ നിങ്ങളുടെ സുപ്പീരിയർ ആയിട്ട് കണക്ട് ചെയ്യൂ എന്ന് പറഞ്ഞപ്പം നമ്മൾ സാധാരണ ഒരു കസ്റ്റമർ കെയറിൽ വിളിച്ചിട്ട് സുപ്പീരിയർ ആയിട്ട് കണക്ട് ചെയ്യാൻ പറഞ്ഞാൽ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റണമെന്നില്ല. ഞാൻ മുന്നേ വർക്ക് ചെയ്തിട്ടുള്ള ഒരു അവിടുത്തെ ഒരു ഇതിൽ വെച്ചിട്ട് കേട്ടോ, പിന്നെ എല്ലായിടത്തും അങ്ങനെ ആവണമെന്നില്ല. പക്ഷെ എന്നിരുന്നാലും നമ്മൾ കണക്ട് ചെയ്യണ സമയത്ത് നമുക്ക് അറിയാം അത് അപ്പുറത്തിരിക്കുന്ന ഒരാൾക്ക് ഫോൺ കൊടുക്കുകയാണോ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു ലൈൻ ത്രൂ കണക്ട് ചെയ്യാണോ എന്നുള്ളത്. അപ്പോൾ ആ ടൈമിൽ വീണ്ടും അവർക്ക് പാളിപ്പോയി. തൊട്ടപ്പുറത്തിരിക്കുന്ന ഒരാൾക്ക് ഫോൺ കൊടുത്ത മാതിരിയാണ് ഉണ്ടായത്. അതിനുശേഷം അവിടെ അതിനേക്കാൾ വലിയ ഗംഭീര അഭിനയമാണ്. ഓക്കെ മാഡം പറയൂ എന്തായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ എൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ ആപ്ലിക്കേഷൻ വന്നിട്ടില്ല, എൻ്റെ ഡീറ്റെയിൽസും ഞാൻ എവിടെയും കൊടുത്തിട്ടില്ല, എനിക്കിങ്ങനെ ഒരു ബാങ്ക് അക്കൗണ്ടേ ഇല്ല ഇന്ന സ്ഥലത്ത് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇയാൾ ഫസ്റ്റത്തെ ആള് മറ്റേ പറഞ്ഞിട്ടുള്ള അതേ ഡയലോഗ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ ഇയാൾ പറഞ്ഞ് ഇപ്പോൾ ഈ ബാങ്കിൻ്റെ കാര്യങ്ങളും എല്ലാം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പോലീസ് സ്റ്റേഷൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ട്രാൻസ്ഫർ ചെയ്യുമെന്ന് പറഞ്ഞു. ട്രാൻസ്ഫർ ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ അയാൾ ഓക്കെ മാഡം, അതായത് ആൾക്ക് പെട്ടെന്ന് ട്രാൻസ്ഫർ ചെയ്തിട്ട് വേണം വേഗം ഡീറ്റെയിൽസ് ഗ്രാബ് ചെയ്യുക എന്നുള്ള രീതിയിൽ. പോലീസ് സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് പേടിക്കുമല്ലോ. അപ്പോൾ പോലീസുകാർ ചോദിക്കുന്ന സമയത്ത് നമ്മൾ എന്തായാലും കറക്റ്റായിട്ട് ആൻസേഴ്സ് പറയുമല്ലോ എന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവർ പറഞ്ഞു എൻ്റെ അടുത്ത് ട്രാൻസ്ഫർ ചെയ്തോളാം പറഞ്ഞ ആ സന്തോഷത്തിൽ പറഞ്ഞു മാഡം പോലീസുകാരുടെ അടുത്ത് സംസാരിച്ചതിന് ശേഷം അവർ കൺക്ലൂഡ് ചെയ്തിട്ടുള്ള റിപ്പോർട്ട് SBIയുടെ കസ്റ്റമർ കെയറിലേക്ക് അയക്കാൻ പറയണേ. ഞങ്ങൾക്കും ഇവിടെ ഒരു കോപ്പി, മാമിന് ഒരു കോപ്പി അയക്കാൻ പറയണം. എന്നിട്ട് പെട്ടെന്ന് നമുക്ക് ആ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യാം. നമ്മുടെ റീസെൻ്റ്ലി ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഭയങ്കര അഭിനയമായിരുന്നു കേട്ടോ. റീസെൻ്റ്ലി ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് നമ്മൾ അത് മീൻസ് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് ഇങ്ങനെ പോലീസ് സ്റ്റേഷനായിട്ട് കണക്ട് ചെയ്തപ്പോഴാണ് ആ ഒരു ഇഷ്യൂ ക്ലിയർ ആയത്. ഇല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരില്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ അതൊക്കെ അവിടെ നിൽക്കട്ടെ, ആദ്യം നിങ്ങൾ ഇത് പറയൂ, പോലീസ് സ്റ്റേഷനായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് പേഴ്സണൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും ഷെയർ ചെയ്യാനായിട്ട് വരുമോ, അതോ നിങ്ങൾ പറയുന്ന ഡീറ്റെയിൽസ് കൺഫേം ചെയ്താൽ മതിയോ എന്ന് ഞാൻ ചോദിച്ചു. അതായത് അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് യെസ് ഓർ നോ എന്ന് മാത്രം പറഞ്ഞാൽ മതിയാവോ, അതോ പേഴ്സണൽ നമ്മളിപ്പോൾ OTP അല്ലെങ്കിൽ നമ്മുടെ പാൻ നമ്പറോ ആധാർ കാർഡോ അങ്ങനെ എന്തെങ്കിലും അവർക്ക് ഷെയർ ചെയ്യേണ്ടതായിട്ട് വരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവിടെ പറഞ്ഞു നിങ്ങൾ എന്താ മാഡം ഒന്നും അറിയാത്ത മാതിരി, പോലീസ് സ്റ്റേഷൻ അല്ലേ, അപ്പോൾ അവർ ക്വസ്റ്റ്യൻസ് ചോദിക്കും, അതിന് നമ്മൾ റിപ്ലൈ മീൻസ് നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു കൊടുക്കണം എന്നുള്ള രീതിയിൽ. അപ്പോൾ എനിക്ക് തീരുമാനമായി. അപ്പോൾ ഞാൻ പറഞ്ഞു സാർ ഒരു കാര്യം ചെയ്യൂ, നിങ്ങളുടെ കസ്റ്റമർ കെയർ നമ്പർ എന്ന് എനിക്ക് പറയൂ. അതായത് ഈ കോള് കഴിഞ്ഞിട്ട് എനിക്ക് തിരിച്ചു വിളിക്കാം, എനിക്ക് എൻ്റെ ഫാമിലിയായിട്ട് ഡിസ്കസ് ചെയ്യണം, ഹസ്ബൻഡുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഞാൻ പറയാം എന്ന് പറഞ്ഞു. എനിക്ക് അറിയാവുന്ന ആൾക്കാരുണ്ട്, അവരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു മാം ഡിസ്കസ് ചെയ്യാനൊന്നും സമയമില്ല, നിങ്ങളൊരു കാര്യം ചെയ്യൂ, ആദ്യം നമുക്ക് ഇവിടുന്ന് കോള് കണക്ട് ചെയ്യാം, അതിനുശേഷം നിങ്ങൾ ഫാമിലിയായിട്ട് ഡിസ്കസ് ചെയ്തോളൂ എന്ന് പറഞ്ഞു. പറഞ്ഞു അത് നടക്കില്ല, നിങ്ങൾ ഇപ്പം ഇത്ര സമയമില്ലല്ലോ, ഇപ്പം ഇത്രയും ദിവസം ഡിലേ വന്നില്ലേ, ഒരു ഡ്യൂ അല്ലേ, ആ ഡ്യൂ ഒരു 5 മിനിറ്റും കൂടെ കഴിഞ്ഞാലും അതന്നെയല്ലേ ഉണ്ടാവുള്ളൂ എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് ടൈമില്ല അതുകൊണ്ടാണ്. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും, ഫസ്റ്റ് ഓഫ് ഓൾ ഇത് പറയാൻ സമ്മതിക്കുന്നില്ല കേട്ടോ. അയാൾ നമ്മൾ പറയണതിൻ്റെ ഇടയിൽ തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ആർഗ്യുമെൻ്റ് രീതിയിൽ ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക, നിങ്ങൾ എന്താണ് കാണിക്കുന്നത്, അതായത് ഏതൊരു സിനിമയിലില്ലേ നമ്മുടെ പൈസ പോയതിന് അയാൾക്കാണ് ബുദ്ധിമുട്ട് എന്നുള്ള മാതിരി ആ ഒരു രീതി. അതായത് 1 lakh ഇപ്പം ഇത്ര ഡ്യൂ വന്നു എന്നുള്ളത് എനിക്ക് വന്നിട്ടുള്ളൊരു ലൈബിലിറ്റി എന്നാണല്ലോ അയാൾ പറയുന്നത്. പക്ഷേ അയാളുടെ എന്തോ പോയ മാതിരിയാണ് അയാൾ. നിങ്ങൾ എന്തായി പറയുന്നത്, നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഇങ്ങനെ എത്ര പേര് ഇപ്പോൾ യൂസ് ചെയ്തിട്ടുണ്ടാവും, എത്ര രൂപ പോയിട്ടുണ്ടാവും, വേഗം അക്കൗണ്ട് ഫ്രീസ് ചെയ്യണം, അങ്ങനെ ഇങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. അപ്പം എനിക്കാണെന്നുണ്ടെങ്കിൽ ദേഷ്യം വന്നു കഴിഞ്ഞാൽ വെച്ചാൽ ഞാൻ ഭയങ്കര ഉറക്കെ സംസാരിക്കും. ഞാനിവിടുന്ന് അങ്ങോട്ട് നല്ല ഉറക്കെ പറയുന്നുണ്ട്, അതായത് ഭയങ്കര ഉറക്കെ, നിങ്ങൾ എന്താ ചെയ്തോ, അത് എൻ്റെ അക്കൗണ്ട് അല്ലേ, നിങ്ങൾ ആദ്യം നിങ്ങളുടെ കസ്റ്റമർ കെയർ നമ്പർ പറയൂ എന്ന് പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ SBIയുടെ കസ്റ്റമർ കെയർ നമ്പർ പോലും അയാൾക്ക് അറിയില്ല. ഈ SBIയുടെ കസ്റ്റമർ കെയർ എന്ന് പറഞ്ഞ് വിളിക്കുന്ന ആൾക്ക് സ്വന്തം കസ്റ്റമർ സപ്പോർട്ട് നമ്പർ അറിയില്ല. ആള് മാഡം ഒന്ന് വെയിറ്റ് ചെയ്യൂ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് ഒരു 5 സെക്കൻഡ് കഴിഞ്ഞിട്ട് പറഞ്ഞു, ഗൂഗിൾ ചെയ്താൽ കിട്ടുമല്ലോ, ഗൂഗിൾ ചെയ്ത് നോക്കി പറഞ്ഞു തന്നു. ഞാൻ എൻ്റെ കയ്യിൽ 2 ഫോണുണ്ട്, തൊട്ടപ്പുറത്ത് ഫോണിൽ നിന്ന് ഞാൻ അപ്പം തന്നെ വിളിച്ചപ്പം കണക്റ്റ് ആവുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു ഈ നമ്പർ വർക്കിംഗ് അല്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ ആള് വർക്കിംഗ് അല്ലേ, അങ്ങനെയാണെങ്കിൽ മാം ഒന്നുകൂടെ വെയിറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് നമ്പർ, അതായത് ഇപ്പോൾ നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നമ്പേഴ്സ് കാണാമല്ലോ, SBIയുടെ കസ്റ്റമർ സപ്പോർട്ട് നമ്പർ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് നമ്പേഴ്സ് അതിൽ കാണാം. നെക്സ്റ്റ് നമ്പർ ഇപ്പുറത്തെ ഫോണിൽ നിന്ന് വിളിച്ച സമയത്ത് അത് റിങ് ചെയ്യുന്നുണ്ടായിരുന്നു, വർക്കിംഗ് ആയിരുന്നു. അപ്പോൾ ഇയാളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കട്ടോ, നമുക്കിങ്ങനെ ഒരു ഗ്യാപ്പ്, ഞാൻ പറഞ്ഞല്ലോ ഒരു ചിന്തിക്കാനുള്ള ഒരു ഗ്യാപ്പ് പോലും തരുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ വെയിറ്റ് ചെയ്യൂ, ഞാനിവിടെ ഒരു കാര്യം നോക്കിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ മാഡം സമയമില്ല, നമുക്ക് വേഗം ഞാൻ ട്രാൻസ്ഫർ ചെയ്യാൻ പോവാം ആ ഒരു രീതിയിൽ, ഞാൻ ഇപ്പോൾ ട്രാൻസ്ഫർ ചെയ്യും ആ ഒരു രീതിയിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യാൻ വരട്ടെ, ഞാനിപ്പോൾ പുറത്താണ് ഉള്ളത്, ട്രാവലിങ്ങിലായിരുന്നു, ഞാൻ മീൻസ് വീട്ടിലെത്തണുള്ളൂ, നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യൂ, ഒന്നുകിൽ ലൈനിൽ വെയിറ്റ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കട്ട് ചെയ്യുക, ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന നമ്പറിലോട്ട് തിരിച്ച് വിളിക്കാം, വീട്ടിലെത്തിയതിന് ശേഷം തിരിച്ച് വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അത് നടക്കില്ല, അത് പറ്റില്ല മാം, ഈ നമ്പറിലേക്ക് തിരിച്ച് വിളിക്കൽ നടക്കില്ല, ഇപ്പം തന്നെ ഇതിനോട് തീരുമാനം ഉണ്ടാക്കണം എന്നുള്ള രീതിയിൽ. ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഇയാളുടെ മറ്റേ എന്താ പറയുക സൗണ്ട് സഹിക്കാൻ വയ്യാതെ ഞാൻ മ്യൂട്ട് ചെയ്തു. ഞാൻ മ്യൂട്ട് ചെയ്തിട്ട് ഹോൾഡ് ചെയ്തിട്ട് ഇതിലേക്ക് വിളിച്ചു. ഇവർ തന്നിട്ടുള്ള കസ്റ്റമർ കെയർ നമ്പർ അത് ഒറിജിനലാണ് SBIയുടെ, രണ്ടാമത്തെ ആ നമ്പറിലേക്ക്, അത് നമുക്ക് ഫോണിൽ തന്നെ വരും, ഇങ്ങനെ കോൾ ചെയ്യുന്ന സമയത്ത് തന്നെ SBI എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് വിളിച്ചപ്പോൾ ഫസ്റ്റ് കണക്ട് ആയത് ഡെബിറ്റ് കാർഡിൻ്റെ സെക്ഷനിലേക്കാണ്. എന്നിട്ട് ഞാൻ അവരുടെ അടുത്ത് ഒരു ബ്രീഫ് പറഞ്ഞു, ഇങ്ങനെയാണ് കാര്യം എന്ന് പറഞ്ഞപ്പോൾ മാം അത് ഫ്രോഡ് ആയിരിക്കും, ക്രെഡിറ്റ് കാർഡിൻ്റെ സെക്ഷനിലേക്ക് വേഗം കണക്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവരെനിക്ക് നമ്പർ തരിക ചെയ്തത്. ഞാൻ ആ നമ്പറിലേക്ക് വിളിച്ചു. അപ്പോഴേക്കും ഇൻ ബിറ്റ്വീൻ ക്രെഡിറ്റ് കാർഡിൻ്റെ സെഷനിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേന് ഇയാൾ കട്ടാക്കി പോയിട്ടോ, എനിക്ക് ബാക്കി പറയാൻ പറ്റിയില്ല അയാളുടെ അടുത്ത്. പിന്നെ തിരിച്ചു വിളിച്ചാൽ കിട്ടണില്ല, അങ്ങോട്ട് വിളിച്ചാൽ കിട്ടുന്ന നമ്പർ അല്ല അത്. അപ്പോൾ അതാണ് എൻ്റെ ആകെയുള്ളൊരു വിഷമം ഉണ്ടായിരുന്നത്, വേറൊന്നുമല്ല. ഇൻ ബിറ്റ്വീൻ ഇത്ര നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നല്ലോ അയാൾ. അപ്പോൾ ഈ ക്രെഡിറ്റ് കാർഡിൻ്റെ സെഷനിലേക്ക് വിളിച്ചപ്പോൾ മലയാളമാണ് കണക്ട് ചെയ്തത്. ആളുടെ അടുത്ത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു അത് ഫ്രോഡാണ്. പിന്നെ ഈ ക്രെഡിറ്റ് കാർഡിൻ്റെ നമ്പർ ഇവർ തന്നിട്ടുള്ള, ഈ ഫ്രോഡ് ആയിട്ടുള്ള ആൾക്കാർ തന്നിട്ടുള്ള നമ്പർ ഞാൻ പറഞ്ഞു കൊടുത്തു.
സാർ ഇന്ന പേരിൽ, എൻ്റെ പേരിൽ അവിടെ ഒരു അക്കൗണ്ട് ഇല്ല, അത് വേറെ കാര്യം, അങ്ങനെ ഒരു ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡോ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് പോലും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതെനിക്ക് അറിയാവുന്ന കാര്യം, അങ്ങനെ ഞാൻ എടുത്തിട്ടില്ല. പിന്നെ ഈ ക്രെഡിറ്റ് കാർഡിൻ്റെ നമ്പർ പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു, ഈ സാർ ഇങ്ങനെ ഒരു ക്രെഡിറ്റ് കാർഡ് നമ്പർ ഒന്ന് ചെക്ക് ചെയ്യാവോ, വാലിഡ് ആയിട്ടുള്ള നമ്പർ ആണോ എന്നുള്ളത് ചോദിച്ചപ്പോൾ അയാൾ അത് ചെക്ക് ചെയ്തപ്പോൾ അങ്ങനെ ഒരു ക്രെഡിറ്റ് കാർഡ് നമ്പറേ ഇല്ല, അങ്ങനെ ഒരു കാർഡേ ഇല്ല. അപ്പോൾ ആൾ പറഞ്ഞു, സാർ മാം ഇത് ഇങ്ങനെ ഫ്രോഡ് തന്നെയാണ്, അപ്പോൾ നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ഈ നമ്പർ ഉണ്ടല്ലോ, നമ്മൾ ഈ കോൾ വിളിക്കുമ്പോൾ പറയുന്ന നമ്പറിൽ റിപ്പോർട്ട് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ സൈബർ ഫോഴ്സുമായിട്ട്, സൈബർ സെക്യൂരിറ്റി പോലീസുമായിട്ട് അങ്ങനെ എന്തെങ്കിലും കണക്ട് ചെയ്യാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ സാർ, എന്തായാലും താങ്ക് യു എന്ന് പറഞ്ഞിട്ട് വെക്കുകയാണ് ചെയ്തത്. കാരണം അവരുടെ ഭാഗത്തുനിന്ന് അത് റിപ്പോർട്ട് ചെയ്യാനൊന്നും ഓപ്ഷനൊന്നുമില്ല, കാരണം ഞാൻ അവിടുത്തെ ഒരു എക്സിസ്റ്റിംഗ് കസ്റ്റമർ ഒന്നും അല്ലല്ലോ. പിന്നെ അതിൻ്റെ ആവശ്യമില്ല, കാരണം അങ്ങനെയാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇങ്ങനെ ഒരു കോൾ വന്നു എന്ന് പറഞ്ഞിട്ട്, ഇങ്ങനെ ഒരു ഫ്രോഡുലൻ്റ് ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് നമുക്കെതിരെ നടന്നു എന്ന് പറഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് സൈബർ ഇതിൽ കംപ്ലൈൻറ്റ് കൊടുക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഈ ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിക്കുക എന്നുള്ളതാണ് ഓപ്ഷൻ ഉണ്ടായിരുന്നത്. പിന്നെ ഇതിൻ്റെ പേരിൽ പിന്നീട് പിന്നാലെ നടക്കേണ്ട ഒരു ഇതില്ലാത്ത കാരണം കൊണ്ടാണ് ഞാൻ അങ്ങനെ പോകാഞ്ഞത്. പക്ഷേ ഈ ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. ഈ നമ്മുടെ കോളിൻ്റെ മുന്നേ പ്രീ അനൗൺസ്മെൻ്റ് ആയിട്ട് പറയുന്നില്ലേ, അതിലൊരു നമ്പർ പറയുന്നുണ്ട്. ആ നമ്പറിലേക്ക് വിളിച്ചപ്പോൾ ഒരു 3-4 പ്രാവശ്യം ട്രൈ ചെയ്തിട്ടും നമ്മൾ ലൈനിലാണ്, ബിസിയാണ്, ഓൾ ദ ലൈൻസ് ആർ ബിസി എന്ന് പറഞ്ഞിട്ടൊരു എറർ മെസ്സേജാണ് പറഞ്ഞത്. ഇന്നേ വരെ കണക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല, അത് വേറെ കാര്യം കൊണ്ട്. അപ്പോൾ ഇത് എവിടെ റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളത് അറിയില്ല. അപ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത ആ ഒരു വിഷമത്തിലാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഞാൻ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇങ്ങനത്തെ പല കോളുകളും വരുമായിരിക്കാം, എന്ത് റിലേറ്റഡ് ആണെങ്കിലും. ഇപ്പോൾ ഇതിങ്ങനെ, ഇനി ഇതല്ല വേറെ എന്ത് റിലേറ്റഡ് ആയിട്ടുള്ള കോളുകളാണെങ്കിലും കോൾ ത്രൂ നിങ്ങൾ ഒരിക്കലും ഇൻഫോർമേഷൻസ് പാസ് ചെയ്യാതിരിക്കുക. കോള് വഴി ഒരിക്കലും ഒരു രീതിയിലുള്ള ഇൻഫോർമേഷൻസും മാക്സിമം പാസ് ചെയ്യാതിരിക്കുകയാണ് നല്ലത്. ഒന്നെങ്കിൽ ഡയറക്റ്റ് പോയിട്ട് ചെയ്യുക, അതല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഇപ്പോൾ പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ എങ്ങനെയാ ചെയ്യുക. ഇപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും കോളുകൾ വന്നിട്ടുണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യാൻ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞല്ലോ റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നിങ്ങളെപ്പോഴും ഒന്ന് വിജിലൻ്റ് ആയിട്ടിരിക്കുക, ജാഗ്രതയോടെ ഇരിക്കുക. കാരണം നമ്മുടെ കയ്യിലിരിപ്പോണ്ട് തന്നെയാണ് നമുക്ക് പലതും സംഭവിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഞാൻ റീസെൻ്റ്ലി കണ്ടിട്ടുണ്ടായിരുന്നതാണ് കുറേ ഇങ്ങനെ ഗ്രൂപ്പുകളിൽ ലിങ്ക്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്നറിയില്ല, ഈ തപാൽ എന്തോ കൊണ്ടാണ് കണ്ടത്, തപാലിൻ്റെ എന്തോ ആനിവേഴ്സറി ഗിഫ്റ്റോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഇങ്ങനെ ലിങ്കുകൾ വന്നിട്ട് കണ്ടിട്ടുണ്ടാവുമല്ലോ, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ വന്ന് കണ്ടായിരുന്നു. അപ്പം ഇങ്ങനത്തെ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമിൽ നിന്ന് വരുന്ന ലിങ്കുകളോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ആനിവേഴ്സറി ഗിഫ്റ്റ് അല്ലെങ്കിൽ എന്താ പറയുക വെറുതെ കൊടുക്കുന്നു അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ പിന്നാലെ പോവാതിരിക്കുക. മാക്സിമം ലിങ്കുകളിൽ മാക്സിമം ക്ലിക്ക് ചെയ്യാതിരിക്കുക. ആരും ഒന്നും വെറുതെ കൊടുക്കില്ല, അത് വേറെ കാര്യം കൊണ്ട്. അവർക്ക് എന്തെങ്കിലും ഒരു ഇൻറ്റൻഷൻ ഇല്ലാതെ ഒരു സംഭവം, ഇനിയിപ്പോൾ ഒന്നും വേണ്ട, സമയം ഒന്നും പോയിട്ടില്ല വിചാരിക്കാം, നമ്മുടെ ആ സമയം അവിടെ വെറുതെ പോയില്ലേ. ഇതിപ്പോൾ അവരായിട്ട് ഇങ്ങോട്ട് വന്നതാണ്, അപ്പം നമ്മളായിട്ട് അങ്ങോട്ട് പോകാതിരിക്കുക. മാക്സിമം നമ്മൾ എന്തെങ്കിലും കാണുന്ന സമയത്ത് വെറുതെ നമ്മുടെ പേര് മൊബൈൽ നമ്പറും നമ്മൾ വിചാരിക്കും, അപ്പോൾ പേരും മൊബൈൽ നമ്പറും അല്ലെങ്കിൽ പാൻ നമ്പറും അല്ലേ, അതുകൊണ്ട് ഇപ്പോൾ എന്ത് ചെയ്യാനാണെന്ന് വിചാരിക്കും. പക്ഷെ അതുകൊണ്ട് പലതും ചെയ്യാൻ പറ്റും. അപ്പോൾ മാക്സിമം അങ്ങനെയൊന്നും ചെന്ന് ചാടി കൊടുക്കാതിരിക്കുക, അവർക്ക് പണി എളുപ്പമാക്കാതിരിക്കുക. കാരണം അവർ ഈ പണിയായിട്ട് ഇറങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഒരുപാട് പേര് വീണ കാരണം കൊണ്ടായിരിക്കും അവരിത് കൊണ്ട് നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും കോള് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല ബുദ്ധിപൂർവ്വം അതിനെ ഹാൻഡിൽ ചെയ്യുക. മാക്സിമം അത് അധികം സംസാരിക്കാതെ കട്ട് ചെയ്ത് വിടുക. ഞാനിത് എന്താണെന്നുള്ളത് അറിയണം എന്നുള്ള രീതി കൊണ്ട്, മീൻസ് ആ ഒരു ഇൻറ്റൻഷൻ കൊണ്ടാണ് 3/4 മണിക്കൂറോളം സംസാരിച്ചത്. അതിൻ്റെ ആവശ്യമില്ല, നമ്മുടെ സമയമാണ് അവിടെ വേസ്റ്റ് ആയി പോയത്. പക്ഷെ എനിക്കത് ഒന്ന് ഉറപ്പിക്കണമല്ലോ. എനിക്ക് സത്യം പറഞ്ഞാൽ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു, അയ്യോ എന്തൊക്കെയാണെന്നാവോ എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു. എനിക്ക് കുറച്ച് ടെൻഷൻ ഉണ്ട് എല്ലാ കാര്യങ്ങളിലും. അപ്പോൾ അത് കൺഫേം ചെയ്യണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ആ ഒരു കോൺവെർസേഷൻ നീട്ടിക്കൊണ്ടുപോയത്. അതായത് എന്താണെന്നുള്ളത് എനിക്ക് ഫൈനലൈസ് ചെയ്ത് അതിൻ്റെ ഒരു കൺക്ലൂഷൻ അറിയണമായിരുന്നു. അതുകൊണ്ട് അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ കോൾ വരുന്ന സമയത്ത് അത് കണ്ടിന്യൂ ചെയ്ത് പോകാതിരിക്കുക. മാക്സിമം ഇപ്പോൾ SBI വിളിക്കണമെന്ന് പറയുമ്പോൾ കട്ട് ചെയ്തിട്ട് ഡയറക്റ്റ് SBIയുടെ അക്കൗണ്ട് മറ്റേ കസ്റ്റമർ സപ്പോർട്ട് ടീമുമായിട്ട് ബന്ധപ്പെടുക, ഡീറ്റെയിൽസ് ഒക്കെ അവരുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കുക. അങ്ങനെ എന്തിൻ്റെ ആണോ അവരുടെ ഡയറക്റ്റ് വെബ്സൈറ്റിൽ കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ഓതറൈസ്ഡ് ആയിട്ടുള്ള നമ്പറിൽ അങ്ങോട്ട് കോൺടാക്ട് ചെയ്തിട്ട് സംസാരിക്കുക. ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്യുന്ന നമ്പേഴ്സൊക്കെ അത് തന്നെയാണ് ആവണമെന്നില്ലല്ലോ. അങ്ങനെ പിന്നെന്തായിരുന്നു പറയാനുള്ളത്? അപ്പോൾ ഇതാണ് ഈ ഒരു വീഡിയോയുടെ എന്താ പറയുക ഉദ്ദേശം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ ആരും ചതിക്കുഴികളിൽ പോയി വീഴാതിരിക്കുക. 2025 എന്ന് പറയുന്നത് സ്കാമേഴ്സിനൊക്കെ ആയിട്ട് പണി കൊടുക്കാനുള്ള വർഷമായിട്ട് കണക്കാക്കുക, അല്ലാതെ അവരുടെ കയ്യിൽ നിന്ന് പണി വാങ്ങാനുള്ള വർഷമായിട്ട് ആരും എടുക്കരുത്. അപ്പം നിങ്ങൾക്കും ഇതുപോലെ ഉള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിൽ രേഖപ്പെടുത്തുക. കാരണം ബാക്കിയുള്ളവർക്കെങ്കിലും അതൊരു ഉപകാരമായിരിക്കും, കാരണം ഇങ്ങനെ പണി കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ടാറ്റാ.